ആലപ്പുഴയിൽ വൈകല്യത്തോടെ ജനിച്ച കുട്ടി ഗുരുതരാവസ്ഥയിൽ. കുട്ടി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലെന്നും 72 മണിക്കൂർ കാത്തിരിക്കണമെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച് സർക്കാർ ഉറപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ലെന്നാണ് കുഞ്ഞിന്റെ പിതാവിന്റെ ആരോപണം. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് കുഞ്ഞിന് സൗജന്യ ചികിത്സ സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിനു മുൻപ് തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ കുട്ടിയുടെ വിവിധ തരത്തിലുള്ള പരിശോധനകളും ചികിത്സയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നു വരികയായിരുന്നു. ഇതിനിടെയാണ് കുട്ടിക്ക് അണുബാധയേറ്റ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. അണുബാധയെ തുടർന്ന് ഓക്സിജൻ ലെവൽ താഴുകയും കുട്ടിയുടെ നില അതീവ ഗുരുതരമാവുകയും ചെയ്തതോടെയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിക്ക് ശരീരത്തിലൊരു അണുബാധ എങ്ങനെയോ സംഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് ശ്വാസം മുട്ടലും അതിൻ്റെ ഫലമായിട്ടാണ് കുട്ടിക്ക് തളർന്നിങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. അപ്പോൾ കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററാണ്. എന്നാൽ തന്നെ കുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സകളും എല്ലാ പരിശോധനകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം അതിൻ്റെ റിസൾട്ടുകളെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചികിത്സ നമ്മൾ തീരുമാനിക്കുന്നത്. ഏകദേശം ഒരു 72 മണിക്കൂർ കഴിഞ്ഞാലേ കുട്ടിയുടെ കണ്ടീഷനെ പറ്റി ഏത് രീതിയിലായിരിക്കും കുട്ടി പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന ഉറപ്പുകളിൽ വ്യക്തതയില്ലെന്നും ഡോക്ടർമാർക്കും ലാബുകൾക്കുമെതിരെ നടപടി എന്നത് എങ്ങും എത്തിയില്ലെന്നുമാണ് കുഞ്ഞിന്റെ പിതാവ് അനീഷ് പറയുന്നത്. കുഞ്ഞ് ഗുരുതരാവസ്ഥയിലാകുന്നതിന് മുൻപ് പോലും സർക്കാർ വേണ്ട ചികിത്സ ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് പിതാവ് അനീഷിന്റെ ആരോപണം. ഇപ്പൊ ഏതാണ്ട് 60-70 ദിവസമായിട്ട് ഇന്നേ വരെ കുഞ്ഞിന്റെ ജനനമായിട്ടുള്ള പ്രശ്നത്തിന്, വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്കാനിങ്ങുമായിട്ടുള്ള പ്രശ്നത്തിന് ഇതുവരെ ഒരു തീരുമാനമോ ട്രീറ്റ്മെന്റോ എടുത്തിട്ടില്ല. ഇവിടെ വരുന്നു, റൊട്ടൈൻ ചെക്കപ്പ് പോലെ ചെയ്യുന്നു, പോകുന്നു. കുഞ്ഞിന് ഇന്നലെ വളരെ ശരീരമൊക്കെ വളരെ തളർന്ന് കുഞ്ഞിന് ബലമില്ലാത്ത രീതിയിലായിപ്പോയി. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് അസാധാരണ വൈകല്യത്തോടെ ആലപ്പുഴ സെക്കറിയ ബസാർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നത്. 2 സ്വകാര്യ ലാബുകളിലായി 7 സ്കാനിങ്ങുകൾ നടത്തി. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരുന്നില്ല ലാബുകൾ കൈമാറിയത്. സുറുമിയെ പരിശോധിച്ചത് ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളുമായിരുന്നു. ഇവർക്കും കുഞ്ഞിന്റെ വൈകല്യം പ്രസവത്തിന് മുൻപ് കണ്ടെത്താനോ മാതാപിതാക്കളെ അറിയിക്കാനോ കഴിഞ്ഞില്ല. കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തിയെങ്കിലും ഡോക്ടർമാർക്ക് താക്കീത് മാത്രം നൽകി അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. കുഞ്ഞിന് സർക്കാർ അടിയന്തര ചികിത്സ പ്രഖ്യാപിച്ചെങ്കിലും കൃത്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെന്നാണ് കുഞ്ഞിന്റെ പിതാവിന്റെ ആരോപണം. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇന്നലെ വഷളായിട്ടും വൈകിയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന വാദമാണ് ആശുപത്രി അധികൃതർ ഉന്നയിക്കുന്നത്. ഇവിടെ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ്. എന്തും സംഭവിക്കാം. സ്വകാര്യ ലാബുകൾക്കുണ്ടായ പിഴവും പ്രസവ സമയത്ത് ഡോക്ടർമാർക്കുണ്ടായ അനാസ്ഥയുമാണ് കുടുംബത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.